ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് അടുത്ത പാഠഭാഗം പഠിക്കാൻ പോവുകയാണ്. പാഠത്തിൻ്റെ പേര് ആഫ്റ്റർ 20 ഇയേഴ്സ്. ആഫ്റ്റർ 20 ഇയേഴ്സ് ഒരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. എഴുതിയിരിക്കുന്നത് ഒ ഹെൻറി. ആഫ്റ്റർ 20 ഇയേഴ്സ് ബൈ ഒ ഹെൻറി ഈസ് എ ഷോർട്ട് സ്റ്റോറി സെൻറ്റേഡ് ഓൺ എ ചാൻസ് reunion and a twist of fate. The story begins with a New York City policeman patrolling the streets on a chilly night. He encounters a man named Bob waiting in the doorway of a closed hardware store. Bob explains that he is waiting for his old friend Jimmy Wells, with whom he had made a pact 20 years earlier to meet at the same spot, regardless of time or circumstances. Bob had gone west in pursuit of fortune, while Jimmy stayed in New York. The two had lost contact over the years, but Bob is confident that Jimmy, a loyal and trustworthy friend, will keep the appointment. The policeman chats briefly with Bob and moves on. After some time, another man appears, and Bob initially believes it is Jimmy. They talk briefly before heading down the street, but under a streetlight, Bob realizes the man is not Jimmy. The stranger reveals himself as a plainclothes officer and arrests Bob, who is actually a wanted criminal known as Silky Bob. Before being taken away, he reads a note from patrolman Jimmy, who could not bring himself to arrest his old friend personally. ഒ ഹെൻറി എഴുതിയ ഒരു ചെറുകഥയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി നടന്ന ഒരു കൂടിക്കാഴ്ചയുടെയും അതിൻ്റെ പരിണത ഫലവുമാണ് ഇവിടെ പറയുന്നത്. ഒ ഹെൻറി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആഫ്റ്റർ 20 ഇയേഴ്സ്, അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. 2 പേരാണ് പ്രധാനമായിട്ടുള്ളത്, ബോബും അതുപോലെ തന്നെ ജിമ്മി വെയിൽസും. നടക്കുന്നത് ന്യൂയോർക്കിലാണ്. തണുത്ത രാത്രിയിൽ ഒരു പോലീസ് ഓഫീസർ തെരുവിലൂടെ നിരീക്ഷണത്തിൽ നടക്കുന്നതിലൂടെയാണ് അടച്ചിട്ടിരിക്കുന്ന ഒരു ഹാർഡ്വെയർ കടയിൽ മുമ്പിൽ നിൽക്കുന്ന ബോബ് എന്നയാളെ പോലീസുകാരൻ കണ്ടുമുട്ടുന്നു. നടക്കുന്നത് അമേരിക്കയിലാണ്, ന്യൂയോർക്കിലാണ്. രാത്രി ഒരു തണുത്ത രാത്രിയിൽ ബോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഹാർഡ്വെയർ കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട് ഒരു പോലീസുകാരൻ കണ്ടു. തൻ്റെ പഴയ സുഹൃത്തായ ജിമ്മി വെൽസിയെ കാത്തു നിൽക്കുന്നതാണെന്ന് പോലീസുകാരനോട് പറയുന്നു. 20 വർഷം മുമ്പ് താനും ജിമ്മി വെൽസും ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്നും ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും ഇതേ സ്ഥലത്ത് 10 മണിയോടെ കണ്ടുമുട്ടാം എന്ന് തീരുമാനിച്ചിരുന്നു. അന്ന് ആ തീരുമാനമെടുത്തതിന് ശേഷം ബോബ് ജോലി ആവശ്യത്തിനായി പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോവുകയും ജിമ്മി ന്യൂയോർക്കിൽ തുടരുകയും ആയിരുന്നു. കാലങ്ങൾ കഴിഞ്ഞതോടെ അവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ജിമ്മി ആത്മാർത്ഥതയുള്ള സുഹൃത്തായിരുന്നാൽ തന്നെ കാണാൻ തീർച്ചയായും എത്തുമെന്ന് തന്നെ ബോബ് പ്രതീക്ഷിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ അധികം വൈകാതെ അവിടെ നിന്ന് പോകുന്നു. കുറെ കഴിഞ്ഞൊരു വ്യക്തി വരികയും ആദ്യ കാഴ്ചയിൽ തന്നെ താൻ കാത്തുനിന്ന് ജിമ്മിയാണെന്ന് ബോബിന് തോന്നി. അവർ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം നടക്കാൻ തുടങ്ങി. ഇരുണ്ട വെളിച്ചത്തിൽ ഇരുവരുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വഴിയിലെ തെരുവുവിളക്കിൻ്റെ മുന്നിലെത്തിയപ്പോൾ തൻ്റെ കൂടെയുള്ളത് ജിമ്മി അല്ലെന്ന് ബോബ് തിരിച്ചറിഞ്ഞു. കൂടെയുള്ള ആൾ സിവിൽ വേഷത്തിലുള്ള ഒരു പോലീസാണെന്നും ബോബ് സിൽക്കി ബോബ് എന്ന കുറ്റവാളിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. സിൽക്കി ബോബ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കുറ്റവാളിയായിരുന്നു. അപ്പം അതേ ബോബ് തന്നെയാണ് എന്നും തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ജിമ്മി വെൽസിനെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും 10 മണിയാകുമ്പോൾ അവിടെ വന്നുകൊണ്ടിരുന്നത്. ബോബിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ബോബിൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് നൽകുകയും ചെയ്തു. അത് എഴുതിയിരുന്നത് ജിമ്മി ആയിരുന്നു. ആ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിരുന്നുവെന്നും താൻ കാണാൻ വന്ന സുഹൃത്ത് കുറ്റവാളിയാണെന്ന് തിരിച്ചറിഞ്ഞ ജിമ്മി തിരിച്ചറിഞ്ഞാലും അറസ്റ്റ് ചെയ്യാനുള്ള മടികൊണ്ടുമാണ് മറ്റൊരു പോലീസുകാരനെ അയക്കുന്നത് എന്നും ആ കത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ തൻ്റെ കൂട്ടുകാരനുള്ള സ്നേഹം, വിശ്വാസം
ബോബ് എന്ന് പറയുന്ന സിൽക്കി ബോബ് എല്ലാ ദിവസവും ജിമ്മിയെ കാണാൻ വേണ്ടി ആ 10 മണി സമയത്ത് എന്നും എത്തിയിരുന്നു. പക്ഷേ അന്ന് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ 20 വർഷങ്ങൾക്ക് ശേഷവും ഒരു ദിവസം ഇങ്ങനെ കാണാൻ വന്നപ്പോൾ ആണ് ജിമ്മി കാണുകയും ജിമ്മിക്ക് ആളെ തിരിച്ചറിയുകയും അത് കുറ്റവാളിയാണെന്നും സിൽക്കി ബോബ് ആണെന്നും മനസ്സിലാവുകയും അപ്പോൾ തൻ്റെ സുഹൃത്തിനെ വിഷമത്തോടുകൂടി തൻ്റെ സുഹൃത്താണെന്നറിയുകയും ആ സുഹൃത്തിനെ പിടികൂടാൻ കഴിയാത്ത മാനസികാവസ്ഥ കൊണ്ട് അവിടെ നിന്ന് മാറുകയും അതിന് പകരമായിട്ട് വേറൊരു പോലീസുകാരനെ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. ആ കൂട്ടുകാരനുള്ള സ്നേഹവും സിൽക്കി ബോബ് അല്ലെങ്കിൽ ബോബ് ആ ജിമ്മി വെയിൽസിനോട് കാണിച്ച സ്നേഹവും എല്ലാം നമുക്ക് ഈ കഥയിലൂടെ കാണുവാൻ സാധിക്കും. ചെറിയൊരു കഥയാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സൊക്കെ നന്നായിട്ട് എഴുതുക, പഠിക്കുക. താങ്ക് യു.